ഹലോ എല്ലാവർക്കും നമസ്കാരം. സോ കുറേ ആയി വരുന്ന റിക്വസ്റ്റാണ് വിൻറ്റേജ് ബുക്ക് മാർക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പം എനിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വിൻറ്റേജ് ബുക്ക് മാർക്സ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വിൻറ്റേജ് ബുക്ക് മാർക്സ് അല്ലെങ്കിൽ ബുക്ക് മാർക്ക് മേക്കിംഗ് തന്നെ നമ്മൾ നമ്മളൊരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി ആയിട്ടുള്ള ബുക്ക് മാർക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ വിൻറ്റേജ് ബുക്ക് മാർക്സിലേക്ക് വരികയാണെങ്കിൽ അത്രയധികം ക്രിയേറ്റീവ് ലെവലിൽ ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലതും നമ്മൾ പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പം വിൻറ്റേജ് കൈൻഡ് ഓഫ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ബുക്ക് റീഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീഡിങ് ഇഷ്ടപ്പെടുന്ന ബുക്ക് മാർക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാനും കാണാനും താല്പര്യമുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇത്. അപ്പം വൈകിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കാണ്. ഇത് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ ജസ്റ്റ് A4 പേപ്പറാണ്. അപ്പോൾ ഇത് വേണ്ടാത്ത പേപ്പറാണ്, അപ്പോൾ റീയൂസ് ചെയ്തതാണ്. ഒരു സൈഡ് വേറെ പ്രിൻ്റ് ഉണ്ട്. ഈ ഒരു സൈഡ് ഞാൻ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്രിൻറ്റ്സ് എടുത്ത് വെച്ചതാണ്. സൺഫ്ലവേഴ്സും ജസ്റ്റ് ഒരു ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് നമ്മുടെ ഈ ചാക്കിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് വരുന്ന ഒരു ടാഗ്, അതും പിന്നെ കുറച്ച് ഫ്ലോറൽ ടാഗ്സിൻ്റെ സാധനം ഞാൻ ജസ്റ്റ് വീണ്ടും ഒരു A4 പേപ്പറാണ്, അതിൽ പ്രിൻ്റ് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഡിക്ഷണറി ആണല്ലോ എപ്പോഴും വിൻറ്റേജ് ബുക്ക് മാർക്ക് ഉണ്ടാവാൻ ഇരയാവുന്നത്. അപ്പം വിൻറ്റേജ് ബുക്ക് മാർക്ക് ഉണ്ടാകാൻ എനിക്ക് പഴയൊരു ഡിക്ഷണറിയിൽ നിന്ന് എടുത്തൊരു പേജാണ്. പഴയ ഡിക്ഷണറി എടുത്തതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ, ഇത് ഒരു അതിൻ്റെ പെയിൽ കളറ് അല്ലെങ്കിൽ ആ ഒരു പഴകിയ കളറും ഇഫക്റ്റും ഒക്കെ നമ്മൾ ആർട്ടിഫിഷ്യലൈസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഭംഗിയായിട്ട് നമുക്കിത് ഓൾറെഡി പഴകിയ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. ആവശ്യമില്ലാത്ത ഉപയോഗിക്കാത്ത പുസ്തകത്തിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ, അത് ഇച്ചിരി കുഞ്ഞു ഇമേജസ് ഒക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. അപ്പം അതുണ്ട്. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ഏകദേശം കഴിഞ്ഞു, അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഞാൻ ഏകദേശം യൂസ് ചെയ്തു, അത് കഴിയാറായി. അപ്പോൾ നമ്മളത് പേപ്പറല്ല എടുക്കാൻ പോകുന്നത്, അതിൻ്റെ ഈ ഒരു ഏരിയ കണ്ടോ, പെയിൻറ്റിങ് വന്നതിൻ്റെ കുറച്ചൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ പെയിൻറ്റിങ് ചെയ്തതിൻ്റെ അതൊന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ വക കാര്യങ്ങളാണ് നമ്മളിന്ന് ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത്. നമ്മൾ ചെയ്യാവുന്ന ബുക്ക് മാർക്കിൻ്റെ അളവാണ്. ലൈക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഞാനിപ്പം ഏകദേശം നമുക്ക് 15 സെൻറ്റിമീറ്റർ വരുന്ന ബുക്ക് മാർക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 15 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 15 സെൻറ്റിമീറ്റർ 5.7 5.6 5.5 അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ 5.7 ആണ് എടുത്തിട്ടുള്ളത് വീതി. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോഴേ ജസ്റ്റ് ആ ഒരു കാർഡ് മാത്രം തന്നെ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ബുക്ക് മാർക്കായിട്ട് ഇത് സിംഗിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പോലെ ഉണ്ട്. കണ്ടോ അതിൻ്റെ ഒരു കളറും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം എടുത്തതിൻ്റെ ഒരു എങ്ങനെ എടുത്തതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത്, നമുക്കൊരു ബേസ് ഓൾറെഡി കിട്ടി. ജസ്റ്റ് ബുക്ക് മാർക്കാണല്ലോ, അപ്പോൾ കാർഡ് ടൈപ്പ് ആയിരിക്കണം. GSM കുറഞ്ഞ പേപ്പറിൽ നമുക്ക് ചെയ്താൽ അത് കൊള്ളത്തില്ല. അപ്പം ഇത് ഓൾറെഡി നല്ല കട്ടിയുള്ള ചട്ടയാണല്ലോ പുസ്തകത്തിൻ്റെ, അപ്പം നല്ല കട്ടിയുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നമുക്കത് ഓരോന്ന് വെച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബുക്ക് മാർക്കിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ലൈക്ക് ചിലവർക്ക് എന്തെങ്കിലും കോഡ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അല്ലാതെ ചിലവർക്ക് ജസ്റ്റ് അതൊന്നുമില്ലാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഞാൻ എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു കോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഫേവറേറ്റ് കോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണോ ഇഷ്ടം, എന്താണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്യാവുന്നതാണ്.
ഞാൻ പിന്നെ കുറച്ച് വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കുറച്ചുകൂടി പരിപാടികൾ ചെയ്യുന്നുണ്ട്, ബ്രൗൺ വാട്ടർ കളർ ഉപയോഗിച്ചിട്ട്. അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ പ്രവർത്തിക്കുക. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാന്ന് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ജസ്റ്റ് എന്താ പറയണ്ടത്, ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാനെന്തായാലും കോർണർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചണനൂലിടാനുള്ള പരിപാടികൾ ചെയ്തു. അത് വേണം എന്നുള്ളവർക്ക് ചെയ്യാം, അല്ല നൂലിടാതെ ജസ്റ്റ് ടാഗ് ഇല്ലാതെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മുടെ ബുക്ക് മാർക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്